90 ദിവസമായിട്ട് അതെവിടെയാണെന്ന് കണ്ടെത്താനോ ഇനി കണ്ടെത്തിയത് അത് തന്നെയാണോ എന്ന് പറയാനോ SITക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിലും നല്ലത് കുട്ടമ്പിള്ള പോലീസ് തന്നെയാണ്. അവിടെ വസന്ത് സിറിയക്ക് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം ഞാൻ ആവർത്തിച്ച് പറഞ്ഞതുപോലെ കോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത, കോർട്ട് മോണിറ്റർ ചെയ്യുന്ന അന്വേഷണമാണ്. അതവിടെ നടക്കട്ടെ. നമുക്ക് ഇന്നിപ്പോൾ നിയമസഭ ഫെബ്രുവരി 23 വരെ പിരിഞ്ഞു. നിയമസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എടുത്തു നോക്കൂ. ഒരു ദിവസം പോലും മര്യാദയ്ക്ക് ബിസിനസ് നടന്നില്ല. സ്വർണ്ണക്കൊള്ളയിൽ അഭൂതപൂർവമായ രംഗങ്ങൾ, പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിക്ക് സമാനമായ സാഹചര്യം ഉണ്ടാകുന്നത് കണ്ടു. ഇതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാനത്തെ സെഷനാണ്. അതിൻ്റെ ഒരു ഹീറ്റ് സ്വാഭാവികമാണ്, മനസ്സിലാവുന്ന കാര്യവുമാണ്. പക്ഷേ ഈ കാര്യത്തിൽ കുറെ കടന്നു പോകുന്നുണ്ടോ? ഭരണപക്ഷത്തിന് അവിടെ നിന്ന് മന്ത്രിമാർക്കടക്കം 5-6 മന്ത്രിമാർക്ക് നിരന്നു നിന്ന് പ്രതിപക്ഷ നേതാവിനെ ടാർഗറ്റ് ചെയ്ത് മറുപടി പറയാൻ കഴിയുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ വിഷയം എടുത്തിടാൻ കഴിയുന്നുണ്ട്. ഇത് ശരിക്കും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിയുന്ന അവസ്ഥയിലാണോ ഇപ്പോൾ? അല്ല, അവരടിക്കുന്ന ഗോളെല്ലാം വലയ്ക്ക് പുറത്താണ് വീഴുന്നത്, ഞങ്ങൾ അടിക്കുന്നതെല്ലാം വലയ്ക്ക് ഉള്ളിലുമാണ് എന്നുള്ളതാണ്. അത് ജനത്തിന് മനസ്സിലാവുന്നുണ്ട്. ഈ ഗോളടി തുടങ്ങിയിട്ട് കുറച്ചു കാലമായല്ലോ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത ആരാണെന്നും ആ മാച്ചിലെ വിന്നർ ആരാണ് എന്നുകൂടി അങ്ങ് പരിശോധിച്ചാൽ മതി. ആ ഒരു പദപ്രയോഗം വന്നുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറയുന്നത്. 2, അരുൺകുമാർ പറഞ്ഞത് ഇതെന്തോ SIT രൂപീകരിച്ചതും മറ്റുമൊക്കെ ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ കേട്ടിട്ടേ ഇല്ലാത്ത കണക്കിനാണ് എന്നാണ്. പക്ഷെ അങ്ങനെ അല്ല. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് ഞാൻ ചൂണ്ടിക്കാണിക്കാം. സെപ്റ്റംബർ 2025 സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് ചെലമൈസറിന്റെ അധ്യക്ഷതയിൽ ഒരു SIT രൂപീകരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ഈ റിലയൻസിന്റെ വന്താര കേസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് 10 ദിവസത്തിലാണ് റിപ്പോർട്ട്. സീൽഡ് കവറിലാണ്. മാത്രമല്ല, അങ്ങ് പറയുന്നത് പോലെ ഈ ക്ലോസ്ഡ് കോർട്ടിലാണ് അത് കേൾക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്, മദ്രാസ് കോടതി അടക്കം. അപ്പോ ഈ SIT അവർ ഹാൻഡ് പിക്ക് ചെയ്തു എന്നത് ശരിയാണ്. SIT നിയന്ത്രിക്കുന്നത്, SIT അക്കൗണ്ടബിൾ ആവുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിൽ ഹൈക്കോടതിയോടാണ് എന്ന് ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷേ അംബ്രക്ക ഉംബ്ര എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോ ഉടനെ മാനത്ത് നിന്ന് പൊട്ടി വീണവരല്ല SIT ഉദ്യോഗസ്ഥർ. അവർ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പെൻഷൻ പറ്റുന്ന, സംസ്ഥാന സർക്കാർ നിയന്ത്രിച്ചാൽ ട്രാൻസ്ഫറും പ്രൊമോഷനും തടഞ്ഞു വെക്കാനും പല രീതിയിലും സ്വാധീനിക്കാനും സാധിക്കുന്ന സാധാരണ മനുഷ്യർ തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ്. സ്വാഭാവികമായും അവർ നിയന്ത്രിക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലാതിരിക്കാൻ അവർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മാനത്ത് നിന്ന് പൊട്ടി വീണവരൊന്നുമല്ല. അപ്പൊ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു നിയന്ത്രണം, ഒരു സ്വാധീനം ഇതിനുമേൽ ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നത്. അതിന് കൂടി ഉത്തരം പറയേണ്ടതായി വരും. പിന്നെ സോണിയാഗാന്ധിയുടെ കാര്യമാണെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയാനില്ല അഭിലാഷ്. കാര്യം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ്, ഞാൻ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അത് സഖാവ് MA ബേബിയാണ്. കോമ്രേഡ് MA ബേബി തന്നെ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ഷേപം ഇല്ല എന്ന്. ആ കോമ്രേഡ് MA ബേബിക്ക് ഇല്ലാത്ത ആക്ഷേപം അരുൺകുമാറോ മറ്റാരെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിന് ഉത്തരം പറയേണ്ടതായിട്ടില്ല. ദേശീയ സെക്രട്ടറി അദ്ദേഹം മനസ്സിലാക്കട്ടെ. ഇനി പ്രധാനപ്പെട്ട ഒരു കേസ് ഞാൻ അങ്ങയുടെയും അരുൺകുമാറിന്റെയും ശ്രദ്ധയിലേക്ക് പെടുത്താം. വിൻവാൻസോ കേസാണിത്. 2025 ഒക്ടോബർ മാസം തന്നെയാണ് ആ കേസിൽ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ നീതിന്യായ പീഠം സുപ്രീം കോടതി വിധി പറയുന്നത്. എന്താണ് ആ കേസ് എന്നറിയാമോ? ആ കേസിൽ കുറ്റപത്രം നൽകാൻ വൈകി എന്ന് മാത്രമല്ല, അത് 300 ദിവസം കടന്നുപോയി. ചാർജ് ഷീറ്റ് കൊടുത്തില്ല. ചാർജ് ഷീറ്റ് കൊടുക്കാതെ വന്നപ്പോൾ സുപ്രീം കോടതി അതിൽ നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ചാർജ് ഷീറ്റ് നൽകാൻ വൈകുന്നത് FIR കോഷ് ചെയ്യാനുള്ള ഗ്രൗണ്ട് ആണ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ 90 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്നു, എന്താണ് 90 ദിവസത്തിനുള്ളിൽ എങ്ങനെ കണ്ടുപിടിക്കാനാണ്, ഇത് പാടല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ 300 ദിവസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 400 ദിവസം കഴിഞ്ഞാൽ, അത് ഇനി ഒരു 3x3 കൂടെ മതി 90-ന്റെ അപ്പുറത്ത്, അത്രയും ദിവസം കൂടെ കഴിഞ്ഞാൽ FIR കോഷ് ചെയ്യാൻ ആർക്ക് കോടതിയെ സമീപിക്കാം? ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികൾക്ക് സമീപിക്കാം. അപ്പോൾ ചാർജ് ഷീറ്റ് വൈകുന്നത് FIR കോഷ് ചെയ്യപ്പെടാൻ, അതായത് കേസില്ലാതാവാനുള്ള ഗ്രൗണ്ട്സ് ആയി മാറും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിയിൽ വരുമ്പോ ഞങ്ങൾ ഈ പേപ്പർ വൈകിച്ചുകൊണ്ടാണ് താങ്കൾ വെളിയിൽ വരുന്നത് എന്ന് ആരെങ്കിലും അയാളോട് പറയുന്നുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാകുന്നത് പോലെ തന്നെ ഇനിയും അത് വൈകി അങ്ങ് പോയാൽ ഒരുപക്ഷെ FIR കോഷിങ്ങിലേക്ക് അടക്കം പോകാനുള്ള സാധ്യത ഈ കേസിലുണ്ട്. അതായത് ശബരിമല എലി പോലെ വന്ന ശബരിമല കേസ്, മല പോലെ വന്ന ശബരിമല കേസ് എലി പോലെ ആവാൻ സാധ്യതയുണ്ട്. ഒരു 10 സെക്കൻഡ്സ് അഭിലാഷ്, ഇതെന്താണ്? ഈ കേസ് പ്രഥമ ദൃഷ്ട്യാ മോഷണ കേസാണല്ലോ. മോഷണ കേസിൽ ഏത് കുട്ടപ്പുള്ള പോലീസിനോട് ചോദിച്ചാലും അവർ പറയും ആ കേസിൽ ഏറ്റവും ആദ്യം കണ്ടെത്തേണ്ടത് എന്താണ്? തൊണ്ടി മുതലാണ്. സാക്ഷി ഉണ്ടായിട്ട് പോലും കാര്യമില്ല. ഇപ്പൊ ഞാൻ അഭിലാഷിന്റെ വാച്ച് മോഷ്ടിച്ചു എന്നിരിക്കട്ടെ, ഞാൻ മോഷ്ടിക്കില്ല, പക്ഷെ മോഷ്ടിച്ചു എന്നിരിക്കട്ടെ, അതിൽ സാക്ഷിയായ അരുൺകുമാർ ഉണ്ടെന്നിരിക്കട്ടെ, കാര്യമില്ല, വാച്ച് കണ്ടുപിടിക്കണം. വാച്ച് എവിടെയാണ് ഞാൻ ഒളിപ്പിച്ചു വെച്ചതോ അല്ലെങ്കിൽ വിറ്റതോ എന്നത് കണ്ടുപിടിക്കണം. അതാണ് ആ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ.
90 ദിവസമായിട്ട് അതെവിടെയാണെന്ന് കണ്ടെത്താനോ ഇനി ശരി. കണ്ടെത്തിയത് അത് തന്നെയാണോ എന്ന് പറയാനോ SITക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിലും നല്ലത് കുട്ടമ്പിള്ള പോലീസ് തന്നെയാണ്.